ഹലോ നമസ്കാരം. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. മൂന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിന്റെ ടൈപ്സ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്, നല്ലോണം ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയില് ഇൻഷുറൻസുകളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, രണ്ട് ജനറൽ ഇൻഷുറൻസ് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെയാണ്, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറയാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെ. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. നമുക്കറിയാലോ ആരൊക്കെയാണ് ഇൻഷുറർ ഇൻഷുർഡും അല്ലെ. ഇൻഷുർഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തു അല്ലെ, അപ്പൊ എന്നെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്, ആ കമ്പനി വിളിക്കുന്ന പേരാണ് ഇൻഷുറർ അല്ലെ. ഇൻഷുറൻസ് കമ്പനി വിളിക്കുന്ന പേരാണ് ഇൻഷുറർ. അപ്പൊ ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ ഇൻഷുറർ നമുക്ക് ഉറപ്പ് തരിക? നോക്കിയേ, ഇൻഷുറർ പേസ് എ സ്പെസിഫൈഡ് സം ഓൺ, ഒരു എമൗണ്ട് നമുക്ക് തരും അല്ലെ, ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് തരും. എപ്പോ? ഒന്നെങ്കിൽ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്, ഇൻഷുർഡ് മരണപ്പെട്ടാൽ അല്ലെ, ഇൻഷുർഡ് മരണപ്പെട്ടാൽ ആ എമൗണ്ട് തരും. അല്ലെങ്കിൽ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി, പോളിസിയുടെ കാലാവധി തീർന്നാൽ എമൗണ്ട് തരും. അപ്പൊ ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകതയാണ് എന്തായാലും നമുക്ക് പൈസ കിട്ടും. ഒരു ഉദാഹരണം പറയാണ്, ഞാനിപ്പോ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു, ഒരു 30 വർഷത്തേക്ക് എടുത്തെന്ന് വെച്ചോളൂ. ഒന്നുകിൽ എന്ത് ചെയ്യണം, എനിക്ക് 30 വർഷം കഴിഞ്ഞാൽ ആ എമൗണ്ട് എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ ആ എമൗണ്ട് ആർക്ക് കിട്ടും? എന്റെ ഫാമിലിക്ക് കിട്ടും. അപ്പൊ ഡെത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പണം കിട്ടുന്നതിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാ ഈ ലൈഫ് ഇൻഷുറൻസ്? അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെ. ഇപ്പൊ നമ്മൾ മരണപ്പെട്ട നമ്മുടെ ഫാമിലിക്ക് അതൊരു ബേർഡൻ ആവരുത്, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നമുക്ക് റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ബേർഡൻ ആയിട്ട് മാറരുത്. ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ലക്ഷ്യം ഈ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സേവിങ്സ്, പണം സേവ് ചെയ്യുക എന്നുള്ളതും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ബെനിഫിറ്റ് ഒക്കെ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ? പിന്നെ മാത്രമല്ല, ഓഫർ ടാക്സ് ബെനിഫിറ്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൽ ഈ ലൈഫ് ഇൻഷുറൻസിന് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാം, അഥവാ കുറക്കാൻ പറ്റും. ടാക്സ് ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഓഫറും അക്സെപ്റ്റൻസ് ഉണ്ടാവണം. ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇൻഷുർഡ് പറയാണ്, സോറി ഇൻഷുറർ പറയാണ് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി ഡേറ്റ് 30 കൊല്ലത്തെ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ ഈ 30 ലക്ഷം രൂപ തരാം. അപ്പൊ അങ്ങനെ ഒരു അത് ഓഫറാണ്. ആര് പറയുന്നത്? നമ്മുടെ ഇൻഷുറർ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഓഫർ അക്സെപ്റ്റൻസ് എന്നുള്ളത് ഇവിടെ ഉണ്ടാകും. അത് ശരിക്കും ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായി വരുന്നതാട്ടോ. പിന്നെ പേയ്മെന്റ് മെയ്ഡ് ഓൺ ഡെത്ത് ഓർ മെച്യൂരിറ്റി, ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ഒന്നെങ്കിൽ മരിച്ചാൽ ആ എമൗണ്ട് ഫാമിലിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ കിട്ടും. ഇതാണ് പേയ്മെന്റ് കൊടുക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എന്താ ഇൻഡെംനിറ്റി? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡെംനിറ്റി പറഞ്ഞാൽ നഷ്ടം പരിഹരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ വേറെ ഏത് നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ ഇൻഷുറൻസിന് ഫുൾ ഇൻഡെംനിറ്റി ആണ് ബാധകം. അതായത് എത്രയാണോ നഷ്ടം വന്നത് ആ നഷ്ടം മാത്രം ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. പക്ഷെ ഈ കേസിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരാളുടെ ജീവന് വില ഇടാൻ പറ്റും നമുക്ക് അല്ലെ? ഒരാൾ മരണപ്പെട്ടു പോയി നമുക്ക് 10 ലക്ഷത്തിന്റെ നഷ്ടം എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഇൻഡെംനിറ്റി എന്നുള്ള, അഥവാ നഷ്ടം പരിഹരിക്കുക എന്നുള്ള ഒരു സാധനം ഈ ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ഭാഗത്ത് വരില്ല. അതുപോലെ തന്നെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് പോളിസി. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് എന്തുണ്ടായാൽ മതി? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. പ്രീമിയം കൊടുക്കുന്ന, അഥവാ ഫൈനൽ എമൗണ്ട് കൊടുക്കുന്ന സമയത്തൊന്നും ആ താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് മാത്രം ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി എന്നർത്ഥം. ഇനി ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം കേട്ടോ. ഒന്നാമത്തത് ടേം ഇൻഷുറൻസ് പ്ലാൻ. ടേം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തന്നെ ഉണ്ടല്ലേ, ടേം എന്ന് പറഞ്ഞാൽ ഒരു കാലാവധി, ഒരു ഡേറ്റ് അല്ലെ. പ്രൊവൈഡ് പ്യുവർ ലൈഫ് കവർ ഫോർ എ ഫിക്സ്ഡ് പീരീഡ്. നമ്മൾ കൃത്യമായിട്ട് ഒരു ഡേറ്റ് വെക്കും, ഒരു 30 വർഷം 40 വർഷം. ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് അടക്കും. അതിന്റെ ഇടയിൽ നമുക്ക് മരണം സംഭവിച്ചാൽ നമുക്ക് ആ എമൗണ്ട് കിട്ടും. നമുക്കല്ല കിട്ടും, നമ്മളെ ഫാമിലിക്ക് കിട്ടും. ഓക്കെ, പ്രൊവൈഡ് പ്യുവർ ലൈഫ് കവർ ഫോർ എ ഫിക്സ്ഡ് പീരിയഡ് അല്ലെ. ഒരു ഫിക്സ്ഡ് പീരിയഡ്, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഒരു കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, ഒരു 20 വർഷം 25 വർഷം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇൻഷുറൻസ് മുന്നോട്ട് പോകുന്നത്. പേ സം അഷ്വർഡ് ഓൺലി ഓൺ ഡെത്ത് ഡ്യൂറിംഗ് ദ പോളിസി ടേം.
അപ്പോൾ ആ മരണത്തിന് ശേഷം മാത്രമേ എമൗണ്ട് കൈമാറുകയുള്ളൂ എന്നുള്ളതും കൂടെ ഓർക്കുക. അതുപോലെ തന്നെ നോ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഇൻഷുർഡ് സർവീസ്. അപ്പൊ ഇതിൽ എന്തുണ്ടാവില്ല, മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ പൈസ കിട്ടുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഫിക്സ്ഡ് ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് എമൗണ്ട് പോകും. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ, ഒന്ന് പ്യുവർ പ്രൊട്ടക്ഷൻ പ്ലാൻ, ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ ആണ് ഇത് അല്ലെ. എന്തല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റോ ബെനിഫിറ്റ് ഒന്നും കിട്ടൂല. കാരണം ഇപ്പൊ ഞാനാണ് ഇൻഷുറൻസ് അടക്കുന്നെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല അല്ലെ. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ എന്റെ ഫാമിലിക്കാണ് അത് കിട്ടുക. അപ്പോൾ അതാണ് പ്രൊട്ടക്ഷൻ പ്ലാൻ. ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണ്. ലോ പ്രീമിയം, ഇതിന്റെ പ്രത്യേകത കുറഞ്ഞ പ്രീമിയം എമൗണ്ടേ വരുള്ളൂ, കുറഞ്ഞ എമൗണ്ട് നമ്മൾ അടക്കേണ്ടുള്ളൂ. ഇത് ഹൈ കവറേജ്, പക്ഷെ നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് കിട്ടുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഫാമിലിക്ക് കിട്ടുക. നോ സർവൈവൽ ബെനിഫിറ്റ് അല്ലെ, സർവൈവൽ ബെനിഫിറ്റ് ഇതിൽ വരുന്നില്ല. അതായത് ഫാമിലിക്കായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. പിന്നെ ഫ്ലെക്സിബിൾ പോളിസി ടേംസ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വേണ്ട ചേഞ്ചസും എമൗണ്ടിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ അങ്ങോട്ടൊന്ന് വരുത്താൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഇനി രണ്ടാമത്തെ ഇൻഷുറൻസ് പ്ലാൻ ആണ് എൻജോയ്മെന്റ് പ്ലാൻ. ശ്രദ്ധിക്കെ, എൻജോയ്മെന്റ് പ്ലാൻ. ഇതിൽ രണ്ട് ലക്ഷ്യമുണ്ട്. അതായത് ഒന്ന് ഇൻഷുറൻസ് ഉണ്ട്, ഒന്ന് പണം സേവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഈ ഒരു എൻജോയ്മെന്റ് പ്ലാനിൽ വരുന്നുണ്ട്. എന്താ അത് നോക്കിയേ, പേസ് ഓൺ ഡെത്ത് ഓൺ മെച്യൂരിറ്റി. അപ്പൊ ഈ ഒരു കേസിൽ ഒന്നുകിൽ അയാൾ മരിക്കുക അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ആവുക. ഈ രണ്ട് സമയത്തും എന്ത് ചെയ്യും, നമുക്ക് എമൗണ്ട് കിട്ടും. ഇപ്പൊ ഞാൻ എൻജോയ്മെന്റ് പ്ലാൻ എടുത്തത്, ഒന്നുകിൽ എന്ത് ചെയ്യാം, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ഫാമിലി കിട്ടും. ഞാൻ മരിച്ചില്ല, ഒരു 20 വർഷത്തിനാണ്, 20 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 20 വർഷത്തിനാണ് ഇൻഷുർ എടുത്തെങ്കിൽ ആ 20 വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, അതിന്റെ എമൗണ്ട്, ഫുൾ എമൗണ്ട് കിട്ടും. ഇപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഒന്നുകിൽ ഡെത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി. അത് രണ്ടും ഇവിടെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് സേവിങ്സ് എന്നും കൂടി പറയുന്നത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്, സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ 20 വർഷത്തേക്ക് ഇൻഷുർ എടുത്തു, 20 വർഷം കഴിഞ്ഞാൽ എനിക്ക് തന്നെ എമൗണ്ട് കിട്ടൂലേ. ഇപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സത്യത്തിൽ എന്ത്, എൻജോയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രം, ഇൻഷുറൻസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അല്ലെ. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ, ഒന്ന് ഡ്യുവൽ ബെനിഫിറ്റ്. എന്താ ഡ്യുവൽ ബെനിഫിറ്റ്? ഒന്ന് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്ക് എമൗണ്ട് കിട്ടും അല്ലെ, അപ്പൊ അത് പ്രൊട്ടക്ഷൻ ആണ്. സേവിങ്സ് എപ്പോഴാണ് ഉണ്ടാവുക, ഞാൻ മരിച്ചില്ല, ആ ഡേറ്റ് കഴിഞ്ഞു, ഏത് മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞു, അപ്പൊ എനിക്ക് തന്നെ എമൗണ്ട് കിട്ടും അല്ലെ. അപ്പൊ രണ്ട് രൂപത്തിൽ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്, പ്രൊട്ടക്ഷൻ ആയിട്ടും അതുപോലെ സേവിങ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒന്നും കൂടെ ഓർത്ത് വെക്കുക, പ്രൊട്ടക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക, ആള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ. സേവിങ്സ് എപ്പോഴാണ് ഉണ്ടാവുക, ആള് മരിച്ചില്ല, ആ ഡേറ്റ് മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു, അപ്പൊ സേവിങ്സ് ആയി. ഇനി നോക്കാം, ലംസം പേയ്മെന്റ്, വലിയൊരു എമൗണ്ട് ആയിരിക്കും ഇതിൽ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക. ഒന്നുകിൽ മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടായാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ എൻകറേജ് റെഗുലർ സേവിങ്സ്, റെഗുലർ സേവിങ്സിനെയും ഇത് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഇൻക്രീസ് ചെയ്യാറുണ്ട്. പിന്നെ ബോണസ്, അപ്പോൾ നമ്മൾ അടച്ച എമൗണ്ട് മാത്രമല്ല നമുക്ക് തിരിച്ചിട്ട്, അതിന്റെ പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ ബോണസും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ അടച്ച എമൗണ്ടിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു രസമുണ്ട്. നമ്മൾ ഒരു 15 വർഷം അടച്ച് 20 വർഷത്തേക്കുള്ള പോളിസിയാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ലോൺ എടുക്കാം. ആ എമൗണ്ട് പിന്നെ തിരിച്ചടക്കണം എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി കൂടെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഇനി മൂന്നാമത്തത് ഹോൾ ലൈഫ് പോളിസി. ഹോൾ ലൈഫ്, ആ വാക്ക് തന്നെ കിട്ടും അല്ലെ. ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതകാലം മുഴുവനും. ഇത് ഫാമിലിനോട് അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് ഈ ഒരു പോളിസി എടുക്കുന്നത്. അതായത് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും, അവർ പേയ്മെന്റ് ചെയ്യും. അവിടെ ഫിക്സ്ഡ് ഡേറ്റ് ഉണ്ടാവില്ല, അത്ര 10 വർഷം 20 വർഷം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു 150 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 150 വയസ്സ് വരെയും എന്ത് ചെയ്യണം, എന്റെ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ആരുടെ മെച്ചം, എനിക്കല്ല, എന്റെ ഫാമിലിക്കാണ് ഇതിൽ 100% ബെനിഫിറ്റ് ഉള്ളത്. ഞാനൊരു 100 വർഷം പേയ്മെന്റ് ചെയ്തു എന്ന് വെച്ചോളി സപ്പോസ്. അങ്ങനെ 100ാമത്തെ വയസ്സിൽ ഞാൻ മരണപ്പെട്ടു അല്ലെ, ആർക്കാ കിട്ടുക, എന്റെ ഫാമിലിക്കാ കിട്ടുക. അപ്പൊ അത് എനിക്ക് കിട്ടൂല, അഥവാ നമ്മുടെ ഇൻഷേർഡിന് കിട്ടൂല, ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, ഫാമിലിക്ക് കിട്ടുള്ളൂ. ഇതിന്റെ മെയിൻ പ്രത്യേകത, ഒരു ഫിക്സ്ഡ് പീരീഡ് ഉണ്ടാവില്ല, എത്ര വർഷം എന്നുള്ളൊരു പീരീഡ് ഇവിടെ പറയൂല. പ്രൊവൈഡ് കവറേജ് ഫോർ ദ എൻറ്റയർ ലൈഫ് ടൈം. നമ്മൾ എന്ത് ചെയ്യണം, അതിലിങ്ങനെ പേയ്മെന്റ് പ്രീമിയം അടിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും മാത്രമേ ഫാമിലിക്ക് കിട്ടുള്ളൂ എന്നാണോ അല്ലെ, ശ്രദ്ധിക്കുക. ലൈഫ് ടൈം വരെ നമ്മൾ പേയ്മെന്റ് അടക്കും. അയാൾ തട്ടിപ്പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എമൗണ്ട് ഫാമിലിക്ക് കിട്ടുള്ളൂ. സം അഷ്യൂർഡ് പെയ്ഡ് ഓൺ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് എപ്പോഴാണോ മരണപ്പെടുന്നത്
അന്ന് മാത്രമേ ആ എമൗണ്ട് ഫാമിലിയിലേക്ക് കൈമാറുകയുള്ളൂ. അപ്പൊ അതുവരെ മരിക്കണ വരെ അയാൾ ഈ പ്രീമിയം അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ എമൗണ്ട് കൈമാറുകയുള്ളൂ. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൈഫ് ടൈം കവറേജ് അല്ലെ, ആജീവനാണ്ട് കവറേജ് അഥവാ ലൈഫ് ടൈം നമ്മൾ ആ പ്രീമിയം അടിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അപ് ടു 100 years എന്നൊക്കെ പറയാറുണ്ട്, 100 വർഷം വരെയൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മരണം വരെ അയാൾ എമൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണം. ഗ്യാരണ്ടീഡ് ഡെത്ത് ബെനിഫിറ്റ്, ഇത് എന്ത് മാത്രം തരുന്നത്? ഡെത്ത് ബെനിഫിറ്റ് അല്ലെ, മരിച്ചാലുള്ള മെച്ചം. ആർക്കാ മെച്ചം? നമുക്കല്ല കേട്ടോ. നമ്മൾ തട്ടിപ്പോയാൽ നമുക്ക് എങ്ങനെ മെച്ചുണ്ടാവുക? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനുള്ള ബെനിഫിറ്റ് ആണ് ഇതിൽ പറയുന്നത്. യൂസ്ഫുൾ വെൽത്ത് ട്രാൻസ്ഫർ, നമ്മുടെ സമ്പത്ത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ബോണസ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. അപ്പൊ നമ്മൾ അടച്ച എമൗണ്ട് മാത്രമൊന്നല്ല ഫാമിലി കൊടുക്കുക, അതിന്റെ ഇൻട്രസ്റ്റും ബോണസും ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. പിന്നെ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത കുറഞ്ഞ എമൗണ്ട് പ്രീമിയം വരുള്ളൂ. കുറഞ്ഞ എമൗണ്ട്, കാരണം ആജീവനാന്തം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരിക്കലും വരെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ട് ആയിരിക്കും മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇനി നാലാമത്തത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, ULIP, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇത് പറയുന്നത് കമ്പൈൻസ് ലൈഫ് കവർ ആൻഡ് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് സത്യത്തില് നമ്മൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യൂലേ, അതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ. പക്ഷെ അതിൽ എന്തുകൂടെ വരുന്നുണ്ട്, നമ്മുടെ ഇൻഷുറൻസ് പോളിസിയും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീമിയം ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഫണ്ട്. അപ്പൊ നമ്മൾ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ, ഡെപ്റ്റ് അല്ലെ, അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് അതൊക്കെ വാങ്ങിക്കാണ്. അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈഫ് ഇൻഷുറൻസിന്റെ എമൗണ്ടും കൂടെ പേ ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? സത്യത്തിൽ ഇത് ലൈഫ് ഇൻഷുറൻസ് അല്ല കേട്ടോ. മീൻസ് ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി മാത്രം എടുക്കുന്നതല്ല, പകരം നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ പർച്ചേസ് ചെയ്യാണ്, ഒരു ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക? അഡീഷണൽ ആയിട്ട് ലൈഫ് ഇൻഷുറൻസ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എങ്ങനെ കിട്ടുക? മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺ ആണ് അല്ലെ. ഷെയർ മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് അല്ലെ. ചിലപ്പോൾ മാർക്കറ്റ് ഹൈ ആയിക്കാരം, അപ്പൊ നമുക്ക് നല്ല പേയ്മെന്റ് കിട്ടും, അഥവാ നല്ല ഡിവിഡൻഡ് കിട്ടും. ചിലപ്പോൾ മാർക്കറ്റ് ലോ ആയിരിക്കാരം, അപ്പൊ നമുക്ക് ലോ ഡിവിഡൻഡേ കിട്ടുള്ളൂ. അപ്പൊ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് ഈ എമൗണ്ടിലും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് 5 year ലോക്ക്-ഇൻ പീരീഡ്, 5 വർഷത്തിന്. അത് മീൻസ് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം അവിടെ ലോക്കായിട്ട് കിടക്കും. ഓക്കെ, ഇനി അടുത്തത് മണി ബാക്ക് പോളിസി എന്ന് പറയുന്നത്, 5ാമത്തെ മണി ബാക്ക് പോളിസി. ആ വാക്കുന്നുണ്ടല്ലോ, മണി തിരിച്ചു കിട്ടുക. അതായത് ഒരു ഉദാഹരണം പറയാം, ഞാൻ ഇപ്പൊ 25 വർഷത്തേക്ക് ഇൻഷുർ എടുത്തു, 25 വർഷം കേട്ടോ. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് പേയ്മെന്റ് എടുക്കാണ്. എനിക്ക് എന്ത് ചെയ്യാം? 5 വർഷങ്ങളിൽ പണം തിരിച്ചു വാങ്ങിക്കാം. അതായത് 5 വർഷം കൂടുമ്പോൾ ഫുള്ള് തരൂല കേട്ടോ, കുറച്ച് എമൗണ്ട്. ഒരു സപ്പോസ് ഞാൻ പറയാണ്, ഒരു 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണെന്ന് വെച്ചോളി. 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. ക്ലിയർ? ഇനി എന്താണ് ഞാൻ മണി ബാക്ക് എന്ന് പറയുകയാണെ, 5 വർഷം കൂടുമ്പോൾ നമുക്ക് ഒരു 2 ലക്ഷം കിട്ടും. വീണ്ടും 5 വർഷം കൂടുമ്പോൾ വീണ്ടും 2 ലക്ഷം കിട്ടും. വീണ്ടും 5 വർഷം കൂടുമ്പോൾ വീണ്ടും 2 ലക്ഷം കിട്ടും. വീണ്ടും അടുത്ത ടൈമിൽ 2 ലക്ഷം കിട്ടും. എന്നിട്ട് പിന്നെ പറയാണ്, പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്താണ് ബാക്കിയുള്ള എമൗണ്ട് ഒന്നിച്ച് തരിക. അപ്പൊ സത്യത്തിൽ ഇത് മെച്യൂരിറ്റി പീരീഡ് മാത്രമല്ല, ഇടയിൽ ഒരു പീരീഡ് വെക്കും. സാധാരണ 5 വർഷമൊക്കെയാണ് വെക്കാറുള്ളത് കേട്ടോ. 5 വർഷം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ എമൗണ്ട് കിട്ടും അല്ലെ. അപ്പൊ ഇത് എന്തിനാ അങ്ങനെ തരണേ? നമ്മൾ മരണപ്പെട്ടിട്ട് നമ്മളെ ഫാമിലിക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മളെ കൈ കിട്ടണ്ട അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ മണി ബാക്ക് പോളിസി എടുക്കുന്നത്. അപ്പൊ ഒരു നിശ്ചിത പീരീഡ് ഉണ്ടാവും. അപ്പൊ 5 വർഷം 3 വർഷം നോക്കാൻ ഒരു പീരീഡ് ഉണ്ടാവും. ആ പീരീഡിൽ നമുക്ക് ഫുൾ എമൗണ്ട് തരൂലേ, കുറച്ച് എമൗണ്ട് കിട്ടും. പിന്നെ ഫുൾ എമൗണ്ട് എപ്പോഴാണ് കിട്ടുക? അത് മെച്യൂരിറ്റി പീരീഡിന്റെ സമയത്ത് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അതാണ് മണി ബാക്ക് പോളിസി എന്ന് പറയുന്നത്. നോക്കിയേ, പീരിയോഡിക് സർവൈവൽ ബെനിഫിറ്റ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇടക്കിടക്ക് അല്ലെ, നമുക്കൊരു 5 വർഷം കൂടുമ്പോൾ അതിന്റെ ഒരു എമൗണ്ട് നമ്മുടെ ഇൻഷുറൻസ് അടിച്ചതിന്റെ ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അതിങ്ങനെ എല്ലാ 5 വർഷം കൂടുമ്പോഴും കിട്ടും. പിന്നെ ഫൈനൽ എമൗണ്ട് ലാസ്റ്റ് തരുള്ളൂ എന്നർത്ഥം. ഓക്കെ, റെഗുലർ പേ ഔട്ട് ഡ്യൂറിംഗ് പോളിസി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് അതിന്റെ എമൗണ്ട് അങ്ങോട്ട് പേ ചെയ്യണം അല്ലെ. ലൈഫ് കവർ കണ്ടിന്യൂസ് ഡിസ്പൈറ്റ് പേ ഔട്ട്. നമ്മൾ എന്താ, എത്രയാണ് നമ്മൾ നിശ്ചയിച്ച ഡ്യൂറേഷൻ അതുവരെ നമ്മൾ പേയ്മെന്റ് അടച്ചുകൊണ്ടിരിക്കണം. മിക്കവാറും ഈ ഒരു കേസിൽ ഹയർ പ്രീമിയം എമൗണ്ട് കൂടുതലാണ്. സ്യൂട്ടബിൾ ഫോർ ലിക്വിഡിറ്റി നീഡ്സ്. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ലിക്വിഡിറ്റി നീഡ്സ് അഥവാ പണം കയ്യിൽ ആവശ്യമുണ്ട്, പണം നമുക്ക് ആവശ്യമുണ്ട്. 25 കൊല്ലം കഴിഞ്ഞിട്ടൊന്നും കിട്ടിയാൽ പോരാ അല്ലെ, അതിന്റെ ഇടയിൽ നമുക്ക് പണം ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു പർപ്പസുള്ള ആളുകൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവർക്ക് എന്താ മെച്ചം? ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും അല്ലെ, വീണ്ടും അടുത്ത 5 വർഷം കൂടുമ്പോൾ അടുത്തൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ലിക്വിഡിറ്റി അഥവാ പണം വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പോളിസിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.
അടുത്ത ആറാമത്തതാണ് പെൻഷൻ ആൻഡ് ആന്വിറ്റി പ്ലാൻ. പെൻഷൻ ആൻഡ് ആന്വിറ്റി പ്ലാൻ ആ വാക്ക് തന്നെ കിട്ടും അല്ലെ. പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എപ്പോഴാണോ റിട്ടയർ ആവുന്നത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെ. ആന്വിറ്റി പ്ലാനും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. ഡിസൈൻഡ് ഫോർ പോസ്റ്റ് റിട്ടയർമെന്റ് ഇൻകം. കണ്ടോ ഒന്ന് ഓർത്തൊക്കെ, പോസ്റ്റ് റിട്ടയർ എന്താ പോസ്റ്റ് പറഞ്ഞാൽ ശേഷം അല്ലെ. റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ഇൻകം കിട്ടുന്നതാണ് പെൻഷൻ ആന്വിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. പ്രൊവൈഡ് റെഗുലർ ഇൻകം ആഫ്റ്റർ റിട്ടയർമെന്റ്. ശ്രദ്ധിക്കാട്ടോ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എനിക്ക് 30 വയസ്സാണ്, ഞാനൊരു 30 വർഷത്തിന് പെൻഷൻ പ്ലാൻ എടുത്തു. 30 കൊല്ലം ഞാൻ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യും. അതിന് എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 60 വയസ്സ് അല്ലെ. 60ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ ജോലി നോക്കി റിട്ടയർ ആയി. പിന്നെ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ മരിക്കണ വരെ ആ പെൻഷൻ എന്ന രൂപത്തിൽ എമൗണ്ട് എനിക്ക് കിട്ടും. എനിക്ക് എത്രയാണോ സാലറി കിട്ടിയിരുന്നത് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, ഞാൻ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതൊരു പെൻഷൻ എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് ചെയ്യുന്നതാണ് പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ ആന്വിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. നോക്കാം, പ്രൊവൈഡ് റെഗുലർ ഇൻകം എപ്പോ? ആഫ്റ്റർ റിട്ടയർമെന്റ്. കണ്ട, റിട്ടയർമെന്റിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? റെഗുലർ ഇൻകം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന്, റിട്ടയർമെന്റ് പ്ലാനിംഗ് ടൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിട്ടയർമെന്റ് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ടൂൾ വരുന്നത്. പിന്നെ ലൈഫ് ലോങ് ഇൻകം ഓപ്പറേഷൻ അല്ലെ, അഥവാ മെച്ചൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മരിക്കണവരെ ഒരു എമൗണ്ട് ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ടാക്സ് ബെനിഫിറ്റ് ഇതിൽ അപ്ലിക്കബിൾ ആണ്. ഗ്യാരണ്ടീഡ് പേ ഔട്ട് ഓപ്ഷൻ, നമുക്ക് ഒന്നുകിൽ മന്ത്ലി എമൗണ്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കാം, അതുപോലെ അല്ലെങ്കിൽ ആനുവൽ കൊടുക്കാം. എല്ലാ മാസം ഒരു എമൗണ്ട് കൊടുക്കണേ എങ്ങനെ ചെയ്യാം? അതല്ല, ഒരു വർഷത്തിന് ഒന്നിച്ച് പ്രീമിയം അടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ 6 ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ടൈപ്സ് ആയിട്ട് വരുന്നത്. ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഏത്? ഇൻഷുറൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, രണ്ട് ജനറൽ ഇൻഷുറൻസ് അല്ലെ, അഥവാ നോൺ ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്തതിനൊക്കെ എന്ത് വിളിക്കും? ജനറൽ ഇൻഷുറൻസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. നോക്കാം, എന്തിനാണ് ജനറൽ ഇൻഷുറൻസ്? അതിന്റെ മെയിൻ കാരണം എന്താണ്? പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസ് നോട്ട് റിലേറ്റഡ് ടു ഹ്യൂമൻ ലൈഫ്. മനുഷ്യനുമായി ബന്ധപ്പെടാത്ത അല്ലെ, അത് നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ലാതെ വരുന്ന നഷ്ടങ്ങളെ അല്ലെ, ആ നഷ്ടങ്ങൾക്കെതിരെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രൂപത്തിലാണ് ജനറൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത്. ബാക്കിയൊക്കെ അതിൽ പെടും കേട്ടോ. ഓക്കെ. ദെൻ കവർ പ്രോപ്പർട്ടി, നമ്മളെ സമ്പത്തുകള്, ഹെൽത്ത് അല്ലെ, ആരോഗ്യം, വെഹിക്കിൾസ്, ട്രാവല്, ബിസിനസ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് ഈ ജനറൽ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിലൊക്കെ എന്ത് സംഭവിച്ചാൽ, ഒന്നെങ്കിൽ ഡാമേജ് സംഭവിച്ചാൽ, മോഷണം പോയാൽ, എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടായാൽ, ആക്സിഡന്റുകൾ ഉണ്ടായാൽ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, ഈ അവസ്ഥയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻഷുർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതാണ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഷോർട്ട് ടേം പോളിസി, അതൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ. മിക്കവാറും എല്ലാ ഇൻഷുറൻസ് പോളിസിയും ഏത് ജനറൽ ഇൻഷുറൻസ് പോളിസീസ് ഷോർട്ട് ടൈം ആയിരിക്കും ഉണ്ടാവുക, ഒരു വർഷത്തേക്കാണ്. ഇപ്പൊ നിങ്ങൾ ബൈക്ക് ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ വീട്ടിലെ ബൈക്ക്, കാറൊക്കെ നമ്മൾ ഇൻഷുർ എടുക്കലുണ്ട് അല്ലെ. അതൊക്കെ ജനറൽ ഇൻഷുറൻസിന്റെ ഭാഗമാണ്. എത്ര ഒറ്റ വർഷം നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് പുതുക്കേണ്ടി വരും. യെസ്. അപ്പൊ ഇനി ഈ ജനറൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഇത് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാട്ടോ. ഒരു 6ഓളം പ്രിൻസിപ്പിൾസ്: അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെംനിറ്റി, സബ്രഗേഷൻ, കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ്റ്റ്. ഇത് കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലോണം ശ്രദ്ധിച്ചു വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. ഏതൊക്കെ രൂപത്തിൽ ജനറൽ ഇൻഷുറൻസ് ഉണ്ട്? ഒന്ന്, ഫയർ ഇൻഷുറൻസ്. ആ വാക്ക് തന്നെ കിട്ടും അല്ലെ. ഫയറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായാൽ ക്ലെയിം ചെയ്യാം എന്നുള്ള വ്യവസ്ഥയിലുള്ളതാണ് എന്ത്? ഫയർ ഇൻഷുറൻസ്. ഒരു തീപിടുത്തം ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫയർ ഇൻഷുറൻസ്. പ്രൊട്ടക്ട് ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്, ഫർണിച്ചർ. നമ്മുടെ ഫർണിച്ചറും സ്റ്റോക്കും മെഷീനറി ബിൽഡിംഗ് ഒക്കെ ഈ ഒരു ഫയർ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കവർ ഫയർ, ലൈറ്റിംഗ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, സ്റ്റോം, ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ബേസ്ഡ് ഓൺ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻഡെംനിറ്റി. ഇത് ശ്രദ്ധിക്കണേ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അതുപോലെ ഇൻഡെംനിറ്റി, ഇത് രണ്ടും ഇവിടെ ബാധകമാണ്. ലൈഫ് ഇൻഷുറൻസ് ബാധകമല്ല നമ്മൾ പറഞ്ഞു അല്ലെ. എന്താ ബാധകമാണെന്ന് പറയാൻ കാരണം, എത്രയാണോ നഷ്ടം വരുന്നത് ആ നഷ്ടം മാത്രമേ ഇൻഷുറൻസ് കമ്പനി നികത്തി കൊടുക്കുകയുള്ളൂ. അതാണ് ഇൻഡെംനിറ്റി അറിയുന്നത് കേട്ടോ. ഇൻഡെംനിറ്റി പറഞ്ഞാൽ എന്താ? നഷ്ടം തീർത്തു കൊടുക്കുക അല്ലെ, നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ കോൺട്രിബ്യൂഷൻ അപ്ലൈസ് ഇഫ് മൾട്ടിപ്പിൾ പോളിസീസ്. അപ്പോ ഈ കോൺട്രിബ്യൂഷൻ അഥവാ ഒന്നിലധികം കമ്പനിയിലൊക്കെ നമ്മൾ പോയിട്ട് ഇൻഷുർ ചെയ്താൽ ആ
എല്ലാ കമ്പനിയിൽ നിന്നും പൈസ കിട്ടൂല അല്ലെ, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ചെയ്യാ, എല്ലാവരും കൂടെ കൂടിയിട്ട് എത്രയാണോ നഷ്ടം ആ നഷ്ടം നമുക്ക് നികുതി തരും. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യം ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഒന്ന് നമ്മൾ പഠിച്ചു അല്ലെ. രണ്ടാമത്തത് ആക്സിഡന്റ് ഇൻഷുറൻസ്. ആ വാക്ക് തന്നെ കിട്ടുന്നത് എന്താന്നുള്ളത്, പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആക്സിഡന്റൽ ഇഞ്ചുറി പോലെ ഡിസാബിലിറ്റി ഡെത്ത്. ഒരു അപകടം ഉണ്ടായിട്ട് അതിൽ ഡിസബിലിറ്റി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നു, അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടായി, ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ വരുന്ന നഷ്ടത്തെ നികത്താനാണ് ആക്സിഡന്റ് ഇൻഷുറൻസ് എടുക്കാറുള്ളത്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് അല്ലെ, എന്തെങ്കിലും ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ പെർമനന്റ് ടോട്ടൽ ഓർ പാർഷ്യൽ ഡിസബിലിറ്റി കവർ, അതായത് പെർമനന്റ് ഡിസബിലിറ്റി. ഇപ്പൊ ഒരു അപകടം നടന്നു, കൈ മുഴുവനായിട്ട് മുറിഞ്ഞു പോയി, ഇനി അത് തിരിച്ച് തുന്നി ചേർക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കാലിന് മുഴുവനായിട്ട് പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി വരുമ്പോ, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള അല്ലെ, ഇപ്പൊ താൽക്കാലികം കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് കൈ അനക്കാൻ പറ്റില്ല, അങ്ങനെ താൽക്കാലികമായിട്ട് വരുന്ന ഡിസബിലിറ്റി, പെർമനന്റ് ആയിട്ട് വരുന്ന ഡിസബിലിറ്റി ഒക്കെ കവർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ മെഡിക്കൽ എക്സ്പെൻസുകൾ, ആംബുലൻസുമായി ബന്ധപ്പെട്ടത്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ ടൈപ്സ് കേട്ടോ. ഒന്ന് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, അഥവാ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം എടുക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ്, ഒന്നിച്ചൊരു ടീമായിട്ട് എടുക്കുന്നത്. ട്രാവൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, ഇത് വലിയ റൈഡേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അവർ വലിയ യാത്ര, ലോങ് യാത്ര ഒക്കെ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതാണ് ട്രാവൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. പിന്നെ സ്റ്റുഡന്റ് ആക്സിഡന്റ് ഇൻഷുറൻസ്, അതായത് ഇപ്പൊ കോളേജുകളും സ്കൂളുകളൊക്കെ ചെയ്യുന്നതാണ്. കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്യാനുള്ളതാണ് സ്റ്റുഡന്റ് ആക്സിഡന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഹെൽത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് നോക്കിയേ, കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസ് ഡ്യൂ ടു ഇൽനെസ് ഓർ ഇഞ്ചറി. എന്തെങ്കിലും ഇഞ്ചറി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു, അങ്ങനെ വരുമ്പോൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചെലവുകൾ അല്ലെ, അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ, ഒന്ന് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമ്മൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് പ്രീമിയം അടക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വന്നു, നമ്മൾ 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ക്യാഷ്ലെസ് എന്നുള്ള ഉദ്ദേശം അതാണ് കേട്ടോ അല്ലെ. 1 രൂപ പോലും കൊടുക്കാതെ കംപ്ലീറ്റ് ആര് തരും, ഇൻഷുറൻസ് കമ്പനി തരും. അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ റീഇംബേഴ്സ്മെന്റ് ഫെസിലിറ്റി, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, അല്ലെങ്കിൽ മെറ്റേണിറ്റി ആൻഡ് ന്യൂ ബോൺ കവർ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് അതിന്റെ ടൈപ്സ്, ഒന്ന് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഒരാൾ അയാൾക്ക് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എന്നെ കിട്ടും അല്ലെ, ഒരു ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇൻഷുറൻസ് എടുക്കുക. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്, ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറുള്ള കുറെ അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസർ പോലെ അല്ലെ, ഡയാലിസിസ്, അതുപോലെ കിഡ്നിക്ക്, അങ്ങനെയൊക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴും. അടുത്തത് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചു കൂടിയിട്ട് ഒരു ടീം ഇൻഷുർ എടുക്കുന്നു. ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ എല്ലാ എംപ്ലോയീസും കൂടെ കൂടിയിട്ട് ഇൻഷുർ എടുക്കുകയാണ്. അങ്ങനെ ഒന്നിച്ചെടുക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തത് സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, 60 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾ എടുക്കുന്നതാണിത്. ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ, ഒന്ന് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ എമൗണ്ട് നമ്മളെ ഫാമിലിക്ക് കിട്ടുമെന്നുള്ളത്, അതാണ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. പിന്നെ ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ, നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിന്റെ ലക്ഷ്യമാണ്. പിന്നെ ടാക്സ് ബെനിഫിറ്റ്, അത് ഓൾറെഡി നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പിന്നെ പീസ് ഓഫ് മൈൻഡ് അല്ലെ, നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല അല്ലെ, കാരണം എന്തെങ്കിലും വന്നാൽ ആ ഹോസ്പിറ്റൽ ചെലവൊന്നും പേടിക്കേണ്ട, അതൊക്കെ ഇൻഷുറൻസ് കമ്പനി നോക്കും എന്നുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നാലാമത്തതാണ് മോട്ടോർ ഇൻഷുറൻസ്. അത് നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ വാഹനങ്ങൾക്ക് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് മോട്ടോർ ഇൻഷുറൻസ്. ഇതെവിടെ പറയുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഈ ഒരു കാര്യത്തെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമാണ്, വാഹനങ്ങളുള്ളവര് നിർബന്ധമായിട്ടും ഈ മോട്ടോർ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇറ്റ് കവേഴ്സ് വെഹിക്കിൾസ് അഗൈൻസ്റ്റ് ഡാമേജ് ആൻഡ് തേർഡ് പാർട്ടി ലയബിലിറ്റി. നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ
കേടുപാടുകൾ ഡാമേജുകൾ വന്നാൽ അതൊക്കെ നമുക്ക് ഇൻഷുർ ചെയ്തിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഫീച്ചേഴ്സ് വെക്കാം. ഒന്ന് തേർഡ് പാർട്ടി ലയബിലിറ്റി കവർ. അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം അടിച്ച് വേറൊരാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി, അപ്പൊ അയാളുടെ ചെലവ് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ളതാണ് തേർഡ് പാർട്ടി ലയബിലിറ്റി എന്ന് പറയുന്നത്. അതെങ്കിലും മിനിമം നിർബന്ധമായിട്ടും നമ്മൾ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവണം എന്നാണ് നമ്മുടെ റൂള് പറയുന്നത്. എന്താ തേർഡ് പാർട്ടി പറഞ്ഞാല് നമ്മുടെ വാഹനം അടിച്ചിട്ട് വേറൊരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അയാൾ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി. അയാൾക്ക് വരുന്ന ബാധ്യതകളൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ കവർ ചെയ്യണം. അടുത്തത് ഓൺ ഡാമേജ് കവർ. നമ്മുടെ സ്വന്തം വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ വന്നാൽ അത് ഈ ഒരു ഇൻഷുറൻസിന്റെ പരിധിയിൽ പെടും. പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് കവർ, അതുപോലെ നോ ക്ലെയിം ബോണസ്, ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഇനി ഇതിന്റെ ടൈപ്സ് പറയാൻ പോണേ. ഒന്നാമത്തത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്ഥാപനമല്ല വേറൊരു സ്ഥാപനത്തിലെ സോറി നമ്മുടെ വാഹനം അടിച്ചു വേറൊരാൾക്ക് പറ്റി, സ്ഥാപനമല്ല കേട്ടോ, വേറൊരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ചെലവുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. പിന്നെ കോംപ്രഹെൻസീവ് മോട്ടോർ ഇൻഷുറൻസ്, സ്റ്റാൻഡേർഡ് ഓൺ ഡാമേജ് കവർ, പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് പറയാം. ഇനി അടുത്തത് ഹോം ഇൻഷുറൻസ്, അല്ലെ, വീടിന് ഇൻഷുറൻസോ? യെസ്, അതുണ്ട്. അതായത് പ്രൊട്ടക്ട് ഹൗസ് സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ്. വീട്, അതുപോലെ വീട്ടിലത്തെ സാധനങ്ങൾ, വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതാണ് ഹോം ഇൻഷുറൻസ്. അത് ഏതൊക്കെ കവർ ചെയ്യുന്നുണ്ട്? വീടിന് തീ കത്തി നശിക്കുക, മോഷണം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്പോ വെള്ളപ്പൊക്കം പോലത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഭൂമി കുലുക്കം പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സ് വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ വീടിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വീടിന് വരുന്ന നഷ്ടത്തെ നികത്താനുള്ളതാണ് ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ബിൽഡിംഗ് അഥവാ ടോട്ടൽ ആ സ്ട്രക്ചർ, ആ ഫ്രെയിംവർക്ക് കവർ ചെയ്യും, പിന്നെ കണ്ടന്റുകൾ കവർ ചെയ്യും, പിന്നെ എന്തെങ്കിലും തെഫ്റ്റ് ഉണ്ടായാൽ, അല്ലെ, എന്തെങ്കിലും മോഷണങ്ങൾ ഉണ്ടായാൽ അത് നികത്തി തരും. അതുപോലെ തന്നെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ, ഇപ്പോൾ വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം തുടങ്ങിയ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ അതൊക്കെ നമുക്ക് ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ ടൈപ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ഫയർ ആൻഡ് സ്പെഷ്യൽ പെരിൽസ് പോളിസി, പിന്നെ കോംപ്രഹെൻസീവ് ഹോം ഇൻഷുറൻസ്, കണ്ടൻസ് ഓൺലി പോളിസി, ബിൽഡിംഗ് ഓൺലി പോളിസി. ഓക്കെ, അപ്പോ അടുത്തത് വരുന്നത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. എന്താ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ട്രാവലേഴ്സ് ഡ്യൂറിങ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ്. എങ്ങനെ നോക്കാം, പ്രൊട്ടക്ട് ട്രാവലേഴ്സ്, യാത്രക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ്. നമ്മുടെ രാജ്യത്തിനകത്തൊരു യാത്ര പോവാണ്, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര പോവാണ്, അപ്പൊ അവിടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാൽ, അല്ലെ, അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ട്രാവൽ ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് ഓക്കെ ഒന്ന് നോക്കാം. ഒന്ന് മെഡിക്കൽ എമർജൻസി കവർ. ഇപ്പൊ ട്രാവൽ ഇൻഷുറൻസിൽ എന്തൊക്കെ പെടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മെഡിക്കലായിട്ട് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ട്രിപ്പ് ക്യാൻസലേഷൻ ആൻഡ് ഇന്ററപ്ഷൻ. ഇപ്പൊ നമ്മൾ യാത്ര പോകണം, അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അത് ക്യാൻസൽ ചെയ്യാനൊക്കെ ഈ ട്രാവൽ ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഡിലേ വന്നാൽ, ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റിലാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിലാണ് പോകുന്നത്, അതിലൊക്കെ ഡിലേ വന്നാൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാൻ പറ്റും. ഏത് വെച്ചിട്ട്? ഈ ട്രാവൽ ഇൻഷുറൻസ് വെച്ചിട്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ടൈപ്സ് സിംഗിൾ ട്രിപ്പ് പോളിസി, അഥവാ ഒരാൾ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുമ്പോൾ എടുക്കുന്നത്. പിന്നെ മൾട്ടി ട്രിപ്പ് പോളിസി, ഒന്നിലധികം പേരുണ്ടാവും. പിന്നെ സ്റ്റുഡന്റ് ലെവൽ ഇൻഷുറൻസ്, ഒരു കുട്ടി ഇതുപോലെ ട്രിപ്പ് പോവാണ്, അപ്പൊ അവർക്ക് എടുക്കാനുള്ളതാണത്. പിന്നെ ഫാമിലി ട്രാവൽ ഇൻഷുറൻസ്, ഒരു കുടുംബം ഒന്നിച്ചുള്ളൊരു യാത്ര, അല്ലെ, ഒന്നിച്ച് ഇൻഷുറൻസ് എടുക്കാണ്, അപ്പൊ അതാണ് ഫാമിലി ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ സീനിയർ സിറ്റിസൺ ട്രാവൽ ഇൻഷുറൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. ആ വാക്കും തന്നെ കിട്ടൂലെ, ഡിസൈൻഡ് ഫോർ ബിസിനസ് റിസ്ക് പ്രൊട്ടക്ഷൻ. ബിസിനസ്സിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തുടങ്ങിയതാണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ഫീച്ചേഴ്സ് നോക്കിയാൽ ഒന്ന് പ്രോപ്പർട്ടി ഡാമേജ്. ഇപ്പൊ ബിസിനസിന്റെ പ്രോപ്പർട്ടികൾ, ഇപ്പൊ മെഷീനറീസ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, അല്ലെ, കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ കവർ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
പിന്നെ ലയബിലിറ്റി ഇൻഷുറൻസ്, ബിസിനസ് ഇന്ററപ്ഷൻ കവർ, എംപ്ലോയി റിലേറ്റഡ് കവറേജ്, ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതൊക്കെ ടൈപ്സ് ഉണ്ട് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസിന്. ഒന്ന് ഫയർ ഇൻഷുറൻസ്, ബഗ്ലറി ഇൻഷുറൻസ്, ഫെർട്ടിലിറ്റി ഇൻഷുറൻസ്, അതുപോലെ ബിസിനസ് ഇന്ററപ്ഷൻ ഇൻഷുറൻസ്, പിന്നെ ലയബിലിറ്റി ഇൻഷുറൻസ്. ഓക്കെ, ഇതാണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, GH. അടുത്തത് റൂറൽ ഇൻഷുറൻസ്. ആ വാക്ക് കിട്ടണം അല്ലെ, അതായത് ടൈലേർഡ് ഫോർ ഫാമേഴ്സ് ആൻഡ് റൂറൽ പോപ്പുലേഷൻ. റൂറൽ ഇൻഷുറൻസ് എന്തിനാണ്? ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ റൂറൽ പോപ്പുലേഷൻ, നമ്മൾ നാട്ടും പുറത്തുള്ള അല്ലെ, ആ പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്യാനൊക്കെയാണ് റൂറൽ ഇൻഷുറൻസ് കൊണ്ടുവരുന്നത്. ഓപ്പൺ സപ്പോർട്ടഡ് ബൈ ഗവൺമെന്റ് സബ്സിഡി. ഇതിന് എന്തുണ്ടാവും? ഗവൺമെന്റ് സബ്സിഡീസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് നോക്കുക. ഒന്ന് ക്രോപ്പ് ഇൻഷുറൻസ്, ലൈഫ് സ്റ്റോക്ക് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ്, പിന്നെ ഫാം എക്യുപ്മെന്റ് കവർ, റൂറൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഒന്ന് ടൈപ്സ്: ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമുകൾ, ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ്, ഫാം എക്യുപ്മെന്റ് ഇൻഷുറൻസ്, റൂറൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, ഇതൊക്കെ അതിന്റെ സബ് ടൈപ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി H കഴിഞ്ഞ I, അടുത്ത ടോപ്പിക് ആണ് മറൈൻ ഇൻഷുറൻസ്. ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. എന്താണ് മറൈൻ ഇൻഷുറൻസ്? കവേഴ്സ് ഗുഡ്സ് ആൻഡ് വെസൽസ്. വെസൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷിപ്പിന്റെ ബോഡി ഉണ്ടല്ലോ വലുത്, അത് ഡ്യൂറിങ് സീ, എയർ, റോഡ് ഓർ റെയിൽ ട്രാൻസ്പോർട്ട്, എന്തെങ്കിലും രൂപത്തിലുള്ള ട്രാൻസ്പോർട്ടിൽ അതിനെന്തെങ്കിലും ഡാമേജ് വന്നാൽ, നഷ്ടങ്ങൾ വന്നാൽ അത് നികത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കാർഗോ, ഹള്ള്. ഹൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി കേട്ടോ, ആ ഷിപ്പിന്റെ ബോഡിക്കാണ് ഹൾ എന്ന് പറയാ. പിന്നെ ഫ്രൈറ്റ്, കടത്തുകൂലി കൊടുക്കാൻ. അപ്പൊ നമ്മളൊരു സാധനമായിട്ട് വരുമ്പോ ഇപ്പൊ കൊച്ചിക്ക് വരികയാണ്, കൊച്ചിയിൽ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻഷുർ കൊടുക്കാൻ പറ്റും. പിന്നെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കവർ. ഓക്കെ, ഇനി ഈ മറൈൻ ഇൻഷുറൻസിന് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? വോയേജ്, ടൈം, മിക്സ്ഡ്, പിന്നെ ഓപ്പൺ ഓർ ഫ്ലോട്ടിംഗ് പോളിസി എന്നുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ജനറൽ ഇൻഷുറൻസിന്റെ പ്രാധാന്യങ്ങൾ, ഇമ്പോർട്ടൻസ്? ഒന്ന്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അൺഎക്സ്പെക്ടഡ് ഫിനാൻഷ്യൽ ലോസ് അല്ലെ. നമ്മൾ ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അതൊക്കെ എന്തിനാ എടുക്കുന്നത്? ഭാവിയില് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെ, ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ എല്ലാ ഇൻഷുറൻസ് എടുക്കുന്നത്. പിന്നെ എൻഷുർസ് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. നമുക്കൊരു നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് ഒരു സ്റ്റേബിൾ, ഒരു സ്ഥിരത തരും അല്ലെ, ഒരു സെക്യൂരിറ്റിയും ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് ബിസിനസ് കണ്ടിന്യൂറ്റി, ബിസിനസ് തുടർന്നു കൊണ്ടുപോകാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടൈപ്സ്, ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, രണ്ട് ജനറൽ ഇൻഷുറൻസ്, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ക്ലാസ്സോട് കൂടെ നമ്മുടെ ഒരു ബ്ലോക്ക് കൂടെ തീരും. ഓക്കെ, താങ്ക് യു ഓൾ.